ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണൂരിൽ ഫ്ലവർ ഷോ തുടങ്ങിയിട്ടുണ്ട്. നമുക്കതൊന്ന് പോയി കണ്ടാലോ? കണ്ണൂർ ജില്ലാ അഗ്രി ഫോർട്ടിക്കൾച്ചറൽ സൊസൈറ്റി സംഘടിപ്പിക്കുന്ന പുഷ്പോത്സവം 2025 ജനുവരി 16 മുതൽ 27 വരെ കണ്ണൂർ പോലീസ് മൈതാനത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. 60 രൂപയാണ് എൻട്രൻസ് ഫീസ്. 5 വയസ്സിന് താഴെയുള്ളവർക്കും 80 വയസ്സിന് മുകളിലുള്ളവർക്കും ഫ്രീ ആണ് കേട്ടോ. അതുപോലെ പുറത്തെ വിശാലമായ പാർക്കിംഗ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. ഉദ്ഘാടനത്തിന് മുന്നോടിയായി സ്ത്രീകളുടെ ചെണ്ടമേളം ഉണ്ടായിരുന്നു. 6 മണിക്കായിരുന്നു ഉദ്ഘാടനം നിശ്ചയിച്ചിരുന്നതെങ്കിലും മന്ത്രി വൈകിയത് കാരണം 7 മണിക്കാണ് ഉദ്ഘാടനം നടന്നത്. കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് പുഷ്പോത്സവം ഉദ്ഘാടനം ചെയ്തു. കലക്ടർ അരുൺ കെ വിജയൻ അധ്യക്ഷനായിരുന്നു. മേയർ മുസ്ലിം മഠത്തിൽ, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ രത്നകുമാരി മുഖ്യാതിഥിയായി ഇവിടെ എത്തിയിരുന്നു. അകത്ത് കയറുമ്പോൾ പൂക്കൾ കൊണ്ട് നിർമ്മിച്ച ഒരു അരയന്നത്തെ നിങ്ങൾക്ക് കാണാം. കണ്ണാടിക്കൂട്ടിലെ ജലത്തിൽ കൃത്രിമമായി നിർമ്മിച്ച അക്വാസ്കേപ്പിംഗും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. 100 കണക്കിന് ആളുകളാണ് ഉദ്ഘാടന സമയത്ത് ഇവിടെ എത്തിച്ചേർന്നത്. തുടക്കത്തിൽ തന്നെ ഒരു വാട്ടർ ഫൗണ്ടൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ കുറച്ച് ബോൺസായി മരങ്ങളും ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇക്കൊല്ലത്തെ പ്രധാന ആകർഷണം ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഇരപിടിയൻ ചെടിയാണ്. ഈ ചെടിയിലെ ദ്രാവകത്തിൽ നിന്നും വരുന്ന പ്രത്യേകതരം മണത്തിൽ ആകൃഷ്ടരായി വരുന്ന പ്രാണികൾ ഈ ദ്രാവകത്തിൽ വീഴുകയും അപ്പോൾ തന്നെ അതിന്റെ അടപ്പ് അടയുകയും പ്രാണികൾ അതിൽ കിടന്ന് ദഹിക്കുകയും ചെയ്യുമത്രേ. 1200 ചതുരശ്ര അടിയിൽ തീർത്ത ഈ വർണ്ണോദ്യാനമാണ് ഇവിടുത്തെ മറ്റൊരു പ്രധാന ആകർഷണം. കണ്ണൂർ പുഷ്പോത്സവം 2025 ഈ വേദിയിൽ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുകയാണ്. സമക്ഷ കേരള കണ്ണൂർ ജില്ലയിലെ വിവിധ BRC ജില്ലയിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന തിരഞ്ഞെടുക്കപ്പെട്ട. പിന്നീട് അങ്ങോട്ട് പൂച്ചെടികൾ മാത്രം വിൽക്കുന്ന സ്റ്റാളുകളും വെജിറ്റബിൾ ഫ്രൂട്ട്സ് ചെടികൾ വിൽക്കുന്ന സ്റ്റാളുകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വിദേശത്തുള്ളവരും ഇവിടെ വരാൻ പറ്റാത്തവരും ഈ വീഡിയോ മുഴുവൻ കണ്ട് ആസ്വദിക്കുക. അല്ലാത്തവർ പെട്ടെന്ന് തന്നെ വന്ന് ഈ സുന്ദരമായ പുഷ്പോത്സവം കാണുകയും വീട്ടിലേക്ക് വാങ്ങാവുന്ന പൂച്ചെടികളും ഫ്രൂട്ട്സ് ചെടികളും ഒക്കെ വാങ്ങുക. ഇവിടെ കുട്ടികൾക്ക് വേണ്ടി അമ്യൂസ്മെന്റ് പാർക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ ഫുഡ് കോർട്ട് ഉണ്ട്, മൺചട്ടി വിൽപ്പനശാലകൾ, ഐസ്ക്രീം സ്റ്റാൾ, പഴയകാല മിഠായി സ്റ്റാൾ, പുസ്തക സ്റ്റാൾ ഒക്കെ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. 30ഓളം വെറൈറ്റി ബോഗൺവില്ല ചെടികൾ ഇവിടെ വിൽപ്പനക്കായി ഒരുക്കിയിട്ടുണ്ട്. ഒരുപാട് വെറൈറ്റി ചൈനീസ് ഉത്സവം ഒരു സ്റ്റാളിൽ ഇവിടെ കാണാം. കണ്ണൂരിന്റെ ഹൃദയമണ്ണിൽ 1969 രൂപീകൃതമായ കണ്ണൂർ ജില്ലാ അഗ്രി ഫോർട്ടിക്കൾച്ചർ സൊസൈറ്റിയുടെ 25ാം വാർഷിക ദിനം കൂടിയാണ്. അവസാനിക്കുന്നത് വരെ നല്ല പങ്കാളിത്തത്തോടുകൂടി നമുക്ക് ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി സാധിക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവരും ആശംസകളുമായി.
നേതാക്കളെ നമ്മൾ അനുമോദിച്ചിട്ടുണ്ട്. അവരെ പരിചയപ്പെടുത്തുക എന്നൊരു ചടങ്ങ് നമ്മുടെ റെഡ് പാമ്പിലേടെ അത് കാലപ്പാട്ടി 2 വർഷം ഇത് റംബൂട്ടാൻ അത്ര പുഷ്പോത്സവമാണ് ഇരിക്കുന്നത്. നമ്മുടെ ഏറ്റവുമായിട്ടുള്ള നമ്മുടെ സൊസൈറ്റിയുടെയും വിവിധങ്ങളായ സംസ്ഥാന കാർഷിക അവാർഡ് എന്നിവർക്കും ഈ ഞങ്ങളുടെ ഈ സൊസൈറ്റിയുടെയും സംഘാടക സമിതിയുടെയും രസമൊന്നുമില്ല. ഏറ്റവും ഈശ്വരുണ്ട് വന്നിട്ട് ഏറ്റവും വെച്ചത് എല്ലാ ചെടിക്കാഴ്ചകളും കണ്ട ശേഷം നിങ്ങൾക്ക് അവസാനമായി ഇവിടെ ഒരു സ്റ്റേജ് പ്രോഗ്രാമും ഒരുക്കിയിട്ടുണ്ട്. അതും കണ്ട ശേഷം നിങ്ങൾക്ക് ഇവിടുന്ന് പോകാം.